വളരെ കുറഞ്ഞ സമയത്ത് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന 2 ഐറ്റംസാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. മക്കൾക്കൊക്കെ നല്ല ഇഷ്ടാവുകയും ചെയ്യും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗാർലിക് ബട്ടർ മഷ്റൂമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇവിടെ മോനുവിന് ഭയങ്കര ഇഷ്ടമാണ് മഷ്റൂമൊക്കെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്ത് നോക്കുക, കാരണം നല്ലതുമാണ് കഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, ഈ ഒരു പരുവത്തിൽ വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 200 ഗ്രാം മഷ്റൂം എടുക്കുക. ഏത് ടൈപ്പ് മഷ്റൂം ആയാലും കുഴപ്പമില്ല. ഒരുപാട് വലിയ പീസും അല്ല ചെറിയ പീസും അല്ല കേട്ടോ, അങ്ങനെ ഒരു രീതിക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ കേട്ടോ ചെയ്യുന്നത്. ഇതിലങ്ങനെ ഒരുപാട് മസാല ഒന്നും ചേർക്കുന്നില്ല. എരിവ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട്. മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വെന്തോളും. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. എരിവൊക്കെ മക്കൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിനൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. കുറച്ചൊന്ന് വെള്ളം പോലെയുള്ളത് ഒന്ന് ഡ്രൈ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ മഷ്റൂം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാനായിട്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെയും കൂടെ കൊടുത്തു വിടാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കറിയാണ് കാണിക്കുന്നത്. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 2-3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എരിവ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.5 തക്കാളി, ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള 1.5 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തക്കാളി ഞാനൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പീച്ചിങ്ങ വെച്ചിട്ടുള്ള ഒരു പരിപ്പ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പീച്ചിങ്ങ, പൊട്ടിങ്ങ, ഞങ്ങളുടെ നാട്ടിൽ കാരാപ്പീരി അങ്ങനെയൊക്കെ പറയും കേട്ടോ, കുറേ പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഒരെണ്ണം എടുത്തിട്ടുള്ള മീഡിയം സൈസുള്ള. അത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് വെന്തോളും. അപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് പരിപ്പൊന്ന് വേഗം വെച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ അത്രേ പരിപ്പുണ്ടാവുള്ളൂ. മഞ്ഞപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് വേവിച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതിനൊന്ന് ചെറുതായിട്ട് ഞാൻ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിത് തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമേ വെള്ളം പോലെ ആയിരിക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ പിന്നെ നല്ലോണം ലൂസായി പോവും. അപ്പോൾ നന്നായിട്ട് കുറുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാൽ ജസ്റ്റ് ചൂടാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കണം. വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 റെസിപ്പിയാണ് ഷെയർ ചെയ്ത്. രണ്ടും കൂടെ നല്ല കോമ്പിനേഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടോ ഒക്കെ കൊടുത്തുവിടാം. ഇവിടെ മോനുവിന് ഇഷ്ടമാണ് ഇത് രണ്ടും കൂടെ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ ലഞ്ച് ബോക്സ് റെസിപ്പീസിന് വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.